അങ്ങനെ നമ്മുടെ ചലഞ്ച് തുടങ്ങിയിട്ട് ഇന്ന് ഒരു മാസം തികഞ്ഞിരിക്കുകയാണ്. വെൽക്കം ടു ഡേ 13 ഓഫ് ബിൽഡ് എ ഡ്രീം ഹൗസ് ഇൻ 730 ഡേയ്സ്. നമ്മളിപ്പോൾ ചലഞ്ച് തുടങ്ങിയിട്ട് ഒരു മാസമായി. എന്നാൽ കൃത്യമായ ഒരു ട്രാക്കിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. ഒരു മാസം വലിയ കുഴപ്പമില്ല. എന്നാൽ നമ്മുടെ ചലഞ്ചിന്റെ ഡ്യൂറേഷൻ വെച്ച് നോക്കുമ്പോൾ 3 മാസം കൊണ്ട് എങ്ങനെയെങ്കിലും ഒരു ട്രാക്കിൽ എത്തിയില്ലെങ്കിൽ പിന്നീട് ചിലപ്പോൾ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്നും വരില്ല. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഫാസ്റ്റ് ആക്കണം. രാവിലെ തന്നെ നേരെ അക്ഷയയിലേക്കാണ് പോയത്. ലൈസൻസിന്റെ എല്ലാ കാര്യങ്ങളും റെഡി ആയിരിക്കുന്നുവെന്ന് ഇന്നലെ നമ്മളെ വിളിച്ച് പറഞ്ഞിരുന്നു. എന്നാൽ അവിടെ ചെന്ന് ചെയ്യാൻ നോക്കിയപ്പോൾ പഞ്ചായത്തിലെ എന്തോ ഇഷ്യൂ കാരണം ചെയ്യാൻ കഴിയുന്നില്ല. അതോടൊപ്പം ആധാർ OTP വരുന്നതുമില്ല. എന്താണ് പ്രശ്നമെന്നറിയാതെ പഞ്ചായത്തിലേക്ക് കോൺടാക്ട് ചെയ്ത് കുറെ നേരം അക്ഷയയിൽ തന്നെ നിൽക്കേണ്ടി വന്നു. ഒടുവിൽ പഞ്ചായത്തിൽ നിന്ന് അറിയിപ്പ് കിട്ടിയത് GSTയുടെ ചേഞ്ച് വന്നതുകൊണ്ട് എന്തൊക്കെയോ കുരുക്കുണ്ടെന്നും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നോക്കിയാൽ മതിയെന്നുമാണ്. ഇതൊക്കെ കേട്ടപ്പോൾ സത്യത്തിൽ ആകപ്പാടെ ഭ്രാന്ത് പിടിച്ചു. കുറെ ദിവസമായി ഇതിന്റെ പിറകെയാണ്. ഇന്ന് വളരെ പ്രതീക്ഷയോടുകൂടി വന്നതാണ്. ഇപ്പൊ പറയുന്നു കുറച്ച് ദിവസം കൂടി കഴിയുമെന്ന്. സത്യം പറഞ്ഞാൽ നിരാശയും സങ്കടവും ഒക്കെ തോന്നി. ജനങ്ങൾക്ക് എല്ലാം എളുപ്പമാക്കി കൊടുക്കേണ്ടതിന് പകരം ഓരോ ദിവസവും നമ്മളായിട്ട് കുരുക്കുവാണ്. എന്തായാലും കുറെ നേരം കൂടി അക്ഷയയിൽ നിന്ന് കറങ്ങി എന്തെങ്കിലും വഴിയുണ്ടോ എന്നൊക്കെ നോക്കിയെങ്കിലും ഒരു രക്ഷയില്ലെന്ന് മനസ്സിലായി. ഒടുവിൽ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നേരെ ചെന്ന് നമ്മുടെ XUV എടുത്ത് ബോഡി വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്കാണ് കൊണ്ടുപോയത്. മെക്കാനിക്കൽ സൈഡിൽ വേറെ പ്രശ്നമൊന്നും ഇല്ലാത്തത് കൊണ്ട് വർക്ക്ഷോപ്പിലെ പണി വേണ്ടി വന്നില്ല. പകരം ബോഡിയിലെ സ്ക്രാച്ചുകളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി നമുക്ക് അറിയാവുന്ന ഒരു ബോഡി വർക്ക് ചെയ്യുന്ന കടയിലേക്ക് ചെല്ലുകയും അവിടെയുള്ള ആളുമായിട്ട് സംസാരിച്ച് സ്ഥിരം വർക്ക് ചെയ്യുന്നതിന് ഒരു ടൈപ്പ് ഉണ്ടാക്കുകയും ചെയ്തു. ഇനി നമ്മുടെ വാഹനങ്ങളുടെ എല്ലാം ബോഡി വർക്കുകൾ ഇവിടെ ആയിരിക്കും ചെയ്യുന്നത്. എന്തായാലും എനിക്കൊരു നിർബന്ധമുണ്ട്. നമ്മൾ കൊടുക്കുന്ന വാഹനങ്ങൾ എടുക്കുന്ന വ്യക്തിക്ക് അബദ്ധം പറ്റിയെന്ന് ഒരിക്കലും തോന്നരുത്. എനിക്കൊരു പക്ഷേ നഷ്ടം പറ്റിയാലും നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി എടുക്കുന്ന ആളിന് നഷ്ടം പറ്റരുത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടി അത്ര പെർഫെക്റ്റ് ആയിരിക്കണം ബാക്കി നാളെ.